ശ്രീ ഹരിദാസ, ചാരക്കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 30 വർഷമാകുന്നു. കേസിലെ ഗൂഢാലോചന CBI പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. നമ്പി നാരായണൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ ഇതൊരു ടിപ്പിക്കൽ കേസാണ്. ഒരു വ്യക്തിക്കെതിരെയുള്ള പോലീസ് അതിക്രമം. സാധാരണ പോലീസിനെതിരെ കേസ് നടത്താൻ ആരും മെനക്കെട്ടിറങ്ങാറില്ല. പക്ഷേ അദ്ദേഹം അത് ചെയ്തു. ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം. 1996 മെയ്യിൽ തന്നെ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തി. പിന്നീട് കേസുമായി മുന്നോട്ട് പോയത് ഈ കടുങ്കൈ ചെയ്തത് ആരാണെന്ന് അറിയാനായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനായതിൽ നമ്പി നാരായണന് അഭിമാനിക്കാമല്ലേ? അഭിമാനിക്കുക എന്നൊക്കെ ഉള്ളൊരു വാക്കിൽ ഒതുങ്ങുക ശ്രീ അനിൽ നമ്പ്യാർ. ആ മനുഷ്യനെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ത്യാഗത്തിൻ്റെ പ്രതീകമായിട്ടോ അല്ലെങ്കിൽ സഹനശക്തിയുടെ പ്രതീകമായിട്ടോ ഒക്കെ നമ്മൾ കാണണ്ടേ. അദ്ദേഹം ഈ കേസിൻ്റെ ഒരു 2 കൊല്ലം മുമ്പ് ഒരു പ്രമുഖ പത്രത്തിൽ അദ്ദേഹം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരൊറ്റ വാക്കാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നത് എന്നാണ് പറയുന്നത്. അതായത് അച്ഛൻ ഈ വിഷയത്തിൽ ആരാണോ അച്ഛനെ കുടുക്കിയത്, ഇതൊരു വ്യാജമായ പരാതിയും വ്യാജമായ കേസുമാണെന്ന് തെളിയിക്കാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ തലമുറകൾ ആ പാപഭാരം ചുമക്കേണ്ടി വരും. കാരണം പിന്നീട് ഇത് തെളിയിക്കപ്പെടില്ല, ഇതിൻ്റെ പിന്നാലെ നടക്കാൻ ഞങ്ങൾക്കൊന്നും ആവില്ല. അതുകൊണ്ട് അച്ഛൻ ആത്മവീര്യം കെടാതെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആ മകളെ കൂടി ഞാൻ ഈ സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ട് അഭിമാനത്തോടെ അഭിനന്ദിക്കുകയാണ് ശ്രീ അനിൽ നമ്പ്യാർ. പിന്നെ ഈ ചർച്ച ഇന്ന് നടത്താൻ അങ്ങേയറ്റം യോഗ്യതയുള്ള ഒരു ചാനലേ താങ്കളുടെ ഈ ജനൻ TV ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വേണമെങ്കിൽ വ്യാഖ്യാനിക്കുന്നവർക്ക് പറയാം, അന്ന് ഈ ചാനൽ ഉണ്ടായിരുന്നു വെച്ചാൽ അന്ന് ആ ചാനലും അങ്ങനെ പറയുമായിരുന്നു. അതായത് ഇതിലെ ഈ ഒരു 4-5 പോലീസ് ഉദ്യോഗസ്ഥരുടെ, കുൽസിത ബുദ്ധികളായ പോലീസ് ഉദ്യോഗസ്ഥരെ, അവരെ സംബോധന ചെയ്യാൻ എൻ്റെ നാക്കിൽ വരുന്ന വാക്കുകൾ വേറെയാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന എല്ലാവിധ ഇന്ധനവും ഈ ഒരു മഞ്ഞ പത്രങ്ങളെപ്പോലെ ഇവിടുത്തെ ഈ മാധ്യമം, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ മാധ്യമം ചെലുത്തി എന്നുള്ളത് കൂടി അറിയുമ്പോഴാണ് ഇതിൽ ജനം പോലുള്ളൊരു ചാനൽ ഇന്ന് ഇത് ചർച്ചയ്ക്കെടുക്കുമ്പോഴത്തെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നമ്മുടെ സിബി മാത്യു എന്ന് പറയുന്ന ബുദ്ധിജീവി, അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തെളിയിച്ചിട്ടുള്ള കേസുകളെയൊക്കെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത് വായിച്ചു കഴിഞ്ഞാൽ രോമാഞ്ചം വരുന്നതാണ് അദ്ദേഹം പറയുന്നത്. എനിക്കൊരു രോമാഞ്ചം വന്നിട്ടില്ല. കാരണം കേവലം ഒരു സബ് ഇൻസ്പെക്ടർക്ക് തെളിയിക്കാവുന്ന കേസുകളൊക്കെയാണ്. അതിൽ നമ്മുടെ ഈ എന്താണ് വാറ്റുചാരായം, കല്ലുവാതുക്കൽ വാറ്റുചാരായത്തിൻ്റെ കേസ്, അതൊക്കെ ആരന്വേഷിച്ച് കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ പരിണാമം സിദ്ധിക്കുന്ന കേസുകളാണ് അതൊക്കെ. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ വീരസാഹസിക കഥകൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുള്ള വലിയൊരു കാര്യമുണ്ട്. ശ്രീ അനിൽ നമ്പ്യാർക്ക് ഓർമ്മ ഉണ്ടാവും, ഈ ജനറേഷനൊന്നും അത് ഓർമ്മ ഉണ്ടാവില്ല. അതായത് ഒരു കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിനെ ഒരു പെൺകുട്ടിയെ 10-45 പേര് കൂടി പീഡിപ്പിച്ച കേസിൽ നിന്ന് അദ്ദേഹം തലയൂരിക്കൊടുത്തത് എന്തായിരുന്നു? ആ കേസിൻ്റെ റിപ്പോർട്ടിലെ വാചകം എന്നറിയോ? അതായത് പെൺകുട്ടി പറയുന്ന സമയത്ത് മനുഷ്യശക്തിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ദൂരത്തിലായിരുന്നു ആ പ്രമുഖ കോൺഗ്രസ് നേതാവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാരണവശാലും അത് എത്തിപ്പെടാൻ പറ്റില്ല. ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ രീതി പറഞ്ഞിട്ടുള്ളത് വളരെതാണ്. അവിചാരിതമായി കിട്ടിയ ഈ പ്രതി ആരാണ്, തന്നെ ഈ പീഡിപ്പിച്ച പ്രതി ആരാണെന്ന് ആ കുട്ടിക്ക് അറിയണ്ടായിരുന്നില്ല. കേസൊക്കെ ഒരുപാട് മുൻപോട്ട് പോയപ്പോഴാണ് ഒരു രാഷ്ട്രീയ വാരികയുടെ കവർ ചിത്രമായിട്ട് ഈ മനുഷ്യൻ്റെ മുഖം കാണുകയും അത് എന്നെ പീഡിപ്പിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാക്കുകയും, അപ്പോൾ ആ പെൺകുട്ടി ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ശരീരത്തിലൊരു അവയവത്തിൻ്റെ മുകളിൽ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പർ വരെ അദ്ദേഹം എഴുതിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ കുൽസിത ബുദ്ധിയായ സിബി മാത്യു എന്ന് പറയുന്ന വ്യക്തി ആ രാഷ്ട്രീയ നേതാവിനെ രക്ഷിച്ചു കൊടുത്തിട്ടുള്ള ആ സമയത്ത് തന്നെ ഇദ്ദേഹം എൻ്റെ മനസ്സിൽ അങ്ങേയറ്റം കറ വീണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ അനിൽ നമ്പ്യാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്തരം ഒരു 5 പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നിട്ട് IBD ആയാലും മറ്റേ കേരള പോലീസിൻ്റെ ആയാലും നടത്തിയ ഈ കുൽസിത പ്രവൃത്തിയിൽ നമ്മുടെ ഇന്ത്യയിലെ പോലീസുകാർക്കും ഇന്ത്യയിലെ ഈ ISRO എന്ന് പറയുന്ന മഹൽ പ്രസ്ഥാനത്തിൻ്റെ മേലും വീണ ചളി സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴുകിക്കളയാൻ പറ്റാത്തതാണ് ഇവർ ചെയ്തിട്ടുള്ള ഈ കുൽസിത ബുദ്ധിയുടെ പേരിൽ. ഇതിലെ
ഇതിൻ്റെ ഏതൊരു വിഷയത്തിലും ഒരു ഗുണഭോക്താവ് ഉണ്ടാവും അനിൽ നമ്പ്യാർ. തീർച്ചയായും. ഇതിൻ്റെ അന്നത്തെ ഗുണഭോക്താക്കൾ CPM ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയണം. കാരണം ഞാൻ അന്ന് ഈ സംഭവത്തിൻ്റെ കത്തി നിൽക്കുന്ന സമയത്ത് ഈ രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന വ്യക്തി രാജിവെച്ചിട്ടില്ല. ഞാനന്ന് മദ്രാസിൽ സെറ്റിൽഡാണ്. ഞാൻ എൻ്റെ ഫാമിലി കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ട് അവിടുന്ന് പോന്നപ്പോൾ ഒലവക്കോട് നിന്ന് അറിഞ്ഞു ഹർത്താലാണ്. എന്തിനാണെന്നറിയോ? ഈ നമ്മുടെ രമൺ ശ്രീവാസ്തവയുടെ രാജി ആവശ്യപ്പെട്ടിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഗുരുവായൂരിലെ വീട്ടിലേക്ക് എത്തിയത്. ഞാനിപ്പോൾ ഇതിവിടെ പറയുന്നത് എൻ്റെ കഷ്ടപ്പാടിനെ ഓർത്തല്ല. ആ രമൺ ശ്രീവാസ്തവയെ ഇതിൻ്റെ അന്നത്തെ ഗുണഭോക്താക്കളായിട്ടുള്ള CPM എന്ന് പറയുന്ന പാർട്ടി പിന്നീട് 2016 മുതൽ 2021 വരെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അന്നത്തെ മറ്റേ ആഭ്യന്തര ഉപദേഷ്ടാവായി നിയമിച്ചതൊക്കെ കാലത്തിൻ്റെ ചില കണക്ക് തീർക്കലായിട്ട് വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അതേ രമൺ ശ്രീവാസ്തവയെ പിടിച്ചിട്ട് 5 വർഷം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേഷ്ടാവാക്കി എന്നൊക്കെ പറയുമ്പോൾ ഈ ഗുണഭോക്താക്കൾക്കൊക്കെ ഈ കാര്യത്തിൽ എന്ത് നേടി? ആരാണ് ഈ സ്മാർട്ട് വിജയൻ? ഈ സ്മാർട്ട് വിജയൻ ഈ കേസ് കെട്ടിച്ചമച്ചതിനെ കുറിച്ചിട്ട് ഋഷിരാജ് സിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത് അത് ഈ കേസിനെ കുറിച്ചിട്ടല്ല, അദ്ദേഹത്തിനൊരു വീട് വേണം, ഋഷിരാജ് സിംഗിനൊരു വീട് വേണം. ആ വീടിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് അത് ഈ സ്മാർട്ട് വിജയൻ എന്ന് പറയുന്ന ഈ പോലീസ് ഓഫീസറെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം അന്വേഷിച്ചിട്ട് പറഞ്ഞതെന്താ വെച്ചാൽ വീടുകളൊന്നും കിട്ടാനില്ല, ഇവിടെ മാലിയിൽ നിന്നും അവിടുന്നും ഇവിടുന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ താമസിച്ചിട്ട് വീടുകളൊന്നും കിട്ടാനില്ല എന്നുള്ളതിൽ നിന്ന് ഈ മനുഷ്യൻ്റെ ഡിക്റ്റേറ്റീവ് ബുദ്ധിയിൽ ഉടലെടുത്തതാണ് എന്തിനാണ് ഇവിടെ ഈ മാലിദ്വീപുകാർ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് ഈ കേസ് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസ് സേനയുടെ കഴിവും തൻ്റെ ഇടവും ഒക്കെ. ശ്രീ ഹരിദാസ്, ഹോട്ടൽ മുറിയിൽ വെച്ച് മറിയം റഷീദ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ വെച്ച് മറിയം റഷീദയെ കടന്ന് പിടിച്ചതിലെ പ്രകോപനം, അതാണ് കേസിന് ആധാരം എന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. കടന്നു പിടിച്ചു, മറിയം റഷീദ പ്രതികരിച്ചു, അത് പക്ഷേ സ്മാർട്ട് വിജയന് ഇഷ്ടപ്പെട്ടില്ല. അവിടെയാണ് കേസ് തുടങ്ങുന്നത് എന്ന് CBI ഈ ചാർജ് ഷീറ്റിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ പോലും IB ഉദ്യോഗസ്ഥ നിയമവിരുദ്ധമായി ചോദ്യം ചെയ്തു നമ്പി നാരായണനെയും മറിയം റഷീദയെയും ഒക്കെ. വ്യാജരേഖകളുണ്ടാക്കി എന്നുള്ളതാണ്. ഈ രേഖകൾ ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തിൽ അന്ന് CI റാങ്കിൽ ഉണ്ടായിരുന്ന KK ജോഷുവ ആയിരുന്നു. മാത്രമല്ല, ചാരവൃത്തി നടത്തി എന്ന് എഴുതി ചേർത്ത കേസിൽ ഒരു തെളിവുമില്ല. പ്രതി ചേർത്തവരുടെ വീട്ടിൽ നിന്നും ഒന്നും കണ്ടെത്തിയതുമില്ല. ബോസായ സിബി മാത്യൂസിന് വേണ്ടി ജോഷുവ കൃത്രിമ രേഖ ഉണ്ടാക്കി എന്നാണ് CBIയുടെ കണ്ടെത്തൽ. മാത്രമല്ല, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അന്നത്തെ ദിനപത്രങ്ങൾ ഏത് രീതിയിലാണ് കഥകൾ എഴുതി തള്ളിയത്, ഞാനതൊക്കെ വായിച്ചിട്ടുണ്ട്. അന്ന് ഏഷ്യാനെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാനലായിട്ട്, മറ്റ് ചാനലുകളൊന്നും അന്ന് ഉദയം ചെയ്തിരുന്നില്ല.